നമുക്ക് ഫയർബേസ് നമുക്കൊന്ന് പഠിച്ചാലോ. ഫയർബേസ് ഞാൻ ആക്ച്വലി ഫയർബേസിൻ്റെ ട്യൂട്ടോറിയൽ എടുക്കാൻ കാരണം കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി. അതിന് ചില കാരണങ്ങളുണ്ട്, ബിസി ആയിരുന്നു, തിരക്കായിരുന്നു. ഒക്കെ നമ്മൾ ഫയർബേസിൻ്റെ ട്യൂട്ടോറിയൽ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ട്യൂട്ടോറിയൽ വളരെ വലിയ രീതിയിൽ വലിച്ചു നീട്ടിയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഫയർബേസ് എന്താണെന്ന് പറയുന്നു. നമ്മൾ ഓൾറെഡി തന്നെ ഫയർബേസിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിരുന്നു. ഒരു HTML ഫോം സബ്മിഷനാണ് ചെയ്തത്, ഒരു ഫോം സബ്മിറ്റ് ചെയ്യണേ. സോ അതിൻ്റെ അകത്ത് നമുക്കൊരു കമൻറ്റ് വന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഫയർബേസിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് ചോദിച്ചു, യൂസർ ലോഗിനിൻ്റെ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഫയർബേസ് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഫയർബേസ് എന്താണെന്ന് പറഞ്ഞ്. ഓക്കെ, ഫയർബേസ് ആക്ച്വലി ഗൂഗിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോം എന്തിനാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്കൊരു വെബ് ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, എനിക്കൊരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, എനിക്ക് തന്നെ ക്രോസ് പ്ലാറ്റ്ഫോമിലാണെന്ന് വിചാരിച്ചോ. അതായത് എനിക്ക് ആൻഡ്രോയിഡിലും iOS-ലും അതുപോലെ തന്നെ എനിക്ക് വെബിലും ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ബാക്കെൻഡ് ചെയ്യണമെങ്കിൽ ഒരു പ്യുവർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണെങ്കിൽ നമുക്ക് ബാക്കെൻഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ബാക്കെൻഡ് മാനുവലായിട്ടും ചെയ്യാം, അതായത് സെർവർ സ്വന്തമായിട്ടെല്ലാം ക്രിയേറ്റ് ചെയ്ത് മാനുവലായിട്ട് ചെയ്യാൻ പറ്റും. ഡേറ്റാബേസ് ഏതെങ്കിലും SQL അതുപോലെ ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ PHPയിലാണെങ്കിലും PHP എന്ന് പറഞ്ഞൊരു പ്യുവർ ലാംഗ്വേജ് വെച്ച് നമുക്ക് ഫുള്ള് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ബാക്കെൻഡ് സപ്പോർട്ടിന് നമ്മൾ ലാർവൽ എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒത്തിരി ഫ്രെയിംവർക്കും ലൈബ്രറീസും ബാക്കെൻഡിലെ കുറേ കാര്യങ്ങളും സെർവർ സെറ്റപ്പ് ചെയ്യുന്നതും അതിൻ്റെ ഡാറ്റാബേസ് സെറ്റപ്പ് ചെയ്യുന്നതും ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഇതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്. ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിനെ സംബന്ധിച്ച് ബാക്കെൻഡിനെ പറ്റി ഒരു ധാരണയില്ലാത്ത, അല്ലെങ്കിൽ ബാക്കെൻഡ് ചെയ്യാൻ ഒരു ചെറിയ നോളജ് ഉള്ള ഒരാൾ. ഓക്കെ, ബാക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യണം, നല്ലതായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്രോസ് പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ ഡാറ്റയും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുക, അതുപോലുള്ള കുറേ കാര്യങ്ങളും എല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ചെയ്യാൻ പറ്റില്ലെന്നല്ല ഞാൻ പറയണത്, ചെയ്യാൻ പറ്റും. പക്ഷേ ഫയർബേസ് ഒരു ബാക്കെൻഡ് സർവീസാണ്, അതായത് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോം. ഇത് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. ഇത് ആക്ച്വലി 2011 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ടാണ് വന്നത്. പിന്നീട് ഗൂഗിളിൻ്റെ ആയതാണ് ഫയർബേസ്. ഓക്കെ, 2011 ഫയർബേസ് അവതരിച്ചത്. അപ്പോൾ നമുക്കിത് ബാക്കെൻഡ് സർവീസ് എല്ലാം ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫയർബേസിൻ്റെ അകത്ത്. ഇതൊരു ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോം ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് പലതരത്തിലുള്ള ടൂളുകൾ, സർവീസുകളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ് ബിൽഡ് ചെയ്യാനും iOS ആപ്പ് ബിൽഡ് ചെയ്യാനും വെബ് ആപ്പ് ബിൽഡ് ചെയ്യാനും 3 പ്ലാറ്റ്ഫോം, ക്രോസ് പ്ലാറ്റ്ഫോം, അതിനെയാണ് ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മളെ സഹായിക്കുന്നുണ്ട് ഫയർബേസ്. ഓക്കെ, അതാണ് ഫയർബേസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഫയർബേസ് ഉപയോഗിക്കുന്ന കമ്പനികൾ അലിബാബ, സ്റ്റാക്ക്, ട്വിച്ച്, അങ്ങനെ കുറേ കമ്പനികളൊക്കെ ഫയർബേസിൻ്റെ സർവീസ് ഉപയോഗിക്കുന്നുണ്ട്. നോർമലി ഞാനിവിടെ ഫയർബേസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഗൂഗിളിൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫയർബേസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫയർബേസ് ലോഗിൻ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയർബേസിലേക്ക് പോകും. ഓക്കെ, എൻ്റെ നെറ്റ്വർക്ക് ഓക്കെ, ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഫയർബേസിൽ ഫസ്റ്റ് കാണാൻ പറ്റുന്നത്, ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം ഇത് നമുക്ക് ആക്ച്വലി ബാക്കെൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇവിടെ നമുക്ക് എന്തൊക്കെ സർവീസുകളാണ് ഇവർ തരുന്നത്? ആക്ച്വലി ഇവർ നമുക്ക് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റ് ലാബും ക്രാഷ് റിപ്പോർട്ടിങ്ങും തരുന്നുണ്ട്. ഓക്കെ, ടെസ്റ്റ് ലാബ് ക്രാഷ് റിപ്പോർട്ടിങ് എന്താണത്? അതായത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അതിൻ്റെ അകത്ത് ഒത്തിരി എറേഴ്സുകളും കാര്യങ്ങളും, അത് ചിലപ്പോൾ റൺ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലംസുകളും എന്തെങ്കിലുമൊക്കെ എററുകളും കാര്യങ്ങളൊക്കെ അതിന് ഏത് സമയം വന്നുകൊണ്ടിരിക്കാം, ക്രാഷ് ആകാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഡയഗ്നോസിസ് ചെയ്ത് അതിൽ എറേഴ്സുകൾ കണ്ടുപിടിച്ച് അങ്ങനെയുള്ള എറേഴ്സുകളെ തടഞ്ഞ് അതിനെ അനലൈറ്റിക്സ് ചെയ്യുന്ന ഒട്ടനവധി ടൂളുകൾ ഈ ഫയർബേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, മാർക്കറ്റിങ്ങിന് ഫയർബേസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് ഇത് വെച്ച് നമുക്ക് ഈ ഗൂഗിൾ ആഡ് അല്ലല്ലോ, വേറെ എന്തോ ഒരു ആഡിൻ്റെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫയർബേസിൻ്റെ കുറേ അനാലിറ്റിക്സുകളും സർവീസുകളും സേവനങ്ങളും ടൂളുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറാം, എന്നിട്ട് നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അതിനകത്ത് ഞാനിവിടെ ഇത് കണ്ടോ, എൻ്റെ ഗൂഗിൾ അക്കൗണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ
ഇവിടെ ലോഗിൻ ആയിരിക്കും നിങ്ങൾക്ക് സാധാരണ രീതി കാണാൻ സാധിക്കുക. ഞാനിവിടെ ഓൾറെഡി ലോഗിൻ ചെയ്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ്, ഇവിടെ ഞാൻ സൈൻ ഔട്ട് കൊടുത്തിട്ട് എനിക്ക് വേണം ഇവിടെ ലോഗിൻ ചെയ്യാം. നിങ്ങളിവിടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടണ ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഗോ ടു കൺസോൾ എന്നായിരിക്കും ലോഗിൻ ചെയ്തതിന് ശേഷം കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ അതിനെപ്പറ്റി ഫയർബേസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, കുറേ പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഗോ ടു കൺസോൾ കൊടുക്കുക. ഗോ ടു കൺസോളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം ഇവിടെ കുറേ സ്ക്രീനുകളുണ്ട്. പിക്സ് ബോക്സ്, ഹുളു ക്ലോണ്, ചാറ്റ് ബോക്സ്, അങ്ങനെ ഏതാണ്ടൊക്കെ. ഇതൊന്നും കാണാൻ സാധിക്കില്ല, കാരണം നിങ്ങൾ പുതുതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന വ്യക്തിയാണ്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പിന്നെ ഇവിടെ ഒരു മെസ്സേജ് ഗെറ്റിംഗ് ഇതുപോലെ നിങ്ങൾ ഫയർബേസിൽ കണ്ടോ, ഫയർബേസ് ഉപയോഗിച്ച് ആൻഡ്രോയിഡ്, iOS, വെബ് ആപ്പ് എല്ലാ പ്രോജക്റ്റുകളും ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടെ കാണും. പക്ഷേ നിങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ ആഡ് പ്രോജക്റ്റ് ആയിരിക്കും. അപ്പോൾ ആഡ് പ്രോജക്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ആക്ച്വലി ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, എന്നാലും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് ഞാൻ എന്തെങ്കിലും ഒരു പേര് എഴുതി. ഓക്കെ മൈ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് എഴുതി കണ്ടിന്യൂ കൊടുത്തു. അവിടെ നമുക്ക് പ്രോജക്റ്റിൻ്റെ പേരാണ് ആദ്യം കൊടുക്കേണ്ടത്. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർബേസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, കണ്ടിന്യൂ. അപ്പോൾ ഫയർബേസിൻ്റെ കുറേ ടൂളുകൾ ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ, അവിടെ നിങ്ങൾ പേര് എഴുതണം, നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേരെന്താണോ അത് കൊടുക്കണം. ശേഷം നിങ്ങൾക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫയർബേസിൻ്റെ ടൂളുകളാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ പ്രോജക്റ്റിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണോ, ക്രാഷ് ഫ്രീ ഉണ്ടോ, അൺലിമിറ്റഡ് റിപ്പോർട്ടിങ്, പിന്നെ AB ടെസ്റ്റിങ്, ലാബ്, നിങ്ങൾക്ക് കുറേ ടെസ്റ്റിങ്ങിൻ്റെയും അനലറ്റിക്സിൻ്റെ ഒക്കെ ടൂളുകളാണ്. ഞാൻ നേരത്തെ സംസാരിച്ചായിരുന്നു അതിനെപ്പറ്റി. ഓക്കെ, അതൊന്നും എനിക്കിപ്പം എനബിൾ റെക്കമെൻഡഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഞാനിത് ചെയ്യുക, കാരണം അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ കാര്യം ചെയ്യേണ്ടി വരും. ഓക്കെ, എനിക്ക് ഗൂഗിൾ അനലറ്റിക്സിൽ എനിക്ക് അക്കൗണ്ട് ഇല്ല, അതുകൊണ്ടാട്ടോ. ഓക്കെ, ഞാനിവിടെ ഇത് കൊടുത്തു. ഇപ്പം ഞാനൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ പറയാനുള്ളൂ. ഇത് ഫയർബേസിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. എനിക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇവിടെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, iOSന് നമുക്ക് ചെയ്യാൻ പറ്റും, ആൻഡ്രോയിഡ് ചെയ്യാൻ പറ്റും, വെബ് ചെയ്യാൻ പറ്റും. ഈ പ്ലാറ്റ്ഫോമിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്രോസ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂണിറ്റി ഒക്കെ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിറ്റി ഗെയിം എഞ്ചിൻ, നിങ്ങൾക്കറിയാം ഗെയിം ഡെവലപ്മെൻറ്റിനുള്ള ഒരു സംഭവമാണ് യൂണിറ്റീൻ്റെ എഞ്ചിൻ, ഒരു കമ്പനിയാണ്. ഓക്കെ, ഇവിടെ ഫയർബേസിൽ പിന്നീട് നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എന്താണ് ടൂളുകളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇവിടെ എനിക്ക് ഫയർബേസ് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറയണം. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ബാക്ക് എൻഡ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന ഒരു പോർഷനാണ് ഫ്രണ്ട് എൻഡ്. നമുക്ക് ഈ കാണാൻ പറ്റുന്ന ഈ യൂസർ ഇൻ്റർഫേസ് ഒക്കെ ഉള്ള ഈ ഒരു സൈഡ്, ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നില്ല, ഇതെല്ലാം ഫ്രണ്ട് എൻഡ് സൈഡാണ്. സോ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം സെർവർ സൈഡാണ്. ഓക്കെ, ബാക്കിൽ ഈ സാധനം എല്ലാം ഒരു മെഷീൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഈ ഫയലുകളെല്ലാം അത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനൊരു ഡേറ്റാബേസ്, അതിന് വിവരങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കുന്ന ഒരു അലമാരി ഉണ്ടായിരിക്കും. ഓക്കെ, അത്രയും ചിന്തിച്ചാൽ മതി. അപ്പോൾ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ഥലം. ഓക്കെ, ഇത് നമുക്ക് കാണാൻ പറ്റും, ഫ്രണ്ട് എൻഡാണ്. സോ ബാക്ക് എൻഡ് സർവീസുകൾ, അതായത് ബാക്ക് എൻഡിലുള്ള സർവീസുകൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത് നമുക്ക് ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധനം നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ ഈ സാധനം വെച്ചിട്ട് ഒരു ഫയൽ, എൻ്റെ ഒരു ഫോട്ടോയാണെന്ന് വെച്ചോ, അത് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല, കാരണം അത് പബ്ലിക്കലി അവൈലബിൾ അല്ല. എൻ്റെ ഹോസ്റ്റിൽ, ലോക്കൽ ഹോസ്റ്റിൽ മാത്രമേ അത് അവൈലബിൾ ആയിട്ടുള്ളൂ, എനിക്കേ കാണാൻ സാധിക്കുള്ളൂ. സോ ഞാനത് ഹോസ്റ്റ് ചെയ്ത് നാട്ടുകാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഹോസ്റ്റ് ചെയ്താൽ മാത്രമേ അത് പുറത്തുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. സോ അതിനാണ് ഹോസ്റ്റിംഗ്. നമ്മൾ പുറത്തുള്ളവരെ നമ്മൾ ലൈവ് ആക്കുന്നു, നമ്മുടെ സാധനം പബ്ലിഷ് ചെയ്യുന്നു, ലൈവ് ആക്കുന്നു. ഓക്കെ, അത്രയാണ് ഇവിടെ ഹോസ്റ്റിങ്ങിൽ എനിക്ക് പറയാനുള്ളൂ. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ്. ഫയർബേസ് എന്താണ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത്? ഫയർബേസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് റിയൽ ടൈം ഡാറ്റാബേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഡാറ്റ, അതായത് നിങ്ങളുടെ പ്രോജക്റ്റിലെ ഡാറ്റയെല്ലാം ഫയർബേസ് ഹാൻഡിൽ ചെയ്യും ബാക്ക് എൻഡ് സൈഡിലിരുന്ന്. കൂടുതലായിട്ട് പറയുവാണെങ്കിൽ, എനിക്ക് കൂടുതലായിട്ട് ഇതിനെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്കൊരു ലോഗിൻ ഫോം ഉണ്ട്. ഓക്കെ, ലോഗിൻ അല്ല, ഒരു യൂസർ അക്കൗണ്ട് ക്രിയേഷൻ ഫോം ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ആപ്പ് തുറന്നു വരുമ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്ക്രീൻ ആദ്യം കാണിക്കുന്നത്, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സോ അതിൻ്റെ അകത്ത് നിങ്ങളൊരു യൂസർ നെയിം അടിച്ചു,
ഒരു പേരടിച്ചു, നിങ്ങളുടെ പേരടിച്ചു, നിങ്ങളുടെ ജനനത്തീയതി അടിച്ചു, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ വിവരങ്ങളെല്ലാം നിങ്ങൾ അതിൻ്റെ അകത്ത് കൊടുത്തു. അപ്പോൾ അതൊരു ഫ്രണ്ട് എൻഡ് ആണെങ്കിൽ അതിനൊരു രൂപം, ഒരു ഡിസൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അവിടെ കൊടുക്കുന്ന കാര്യം എങ്ങോട്ടും പോകില്ല, അവിടെ തന്നെ കാണും. ശരിയല്ലേ? ഫ്രണ്ട് എൻഡ് ആണെങ്കിൽ. സോ നിങ്ങൾ അവിടുന്ന് അത് സബ്മിറ്റ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്? ഫയർബേസ് നമ്മുടെ പ്രോജക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന വാല്യൂസ് എല്ലാം ഫയർബേസ് ഇതിൻ്റെ ബാക്ക് എൻഡ് ഹാൻഡിൽ ചെയ്യും. അതായത് ഫയർബേസിൻ്റെ ഡാറ്റാ ബേസിൽ ഈ വാല്യൂസ് എല്ലാം സ്റ്റോർ ആകും. എങ്ങനെ സ്റ്റോർ ആകും? സ്ട്രിങ് ടൈപ്പിൽ സ്റ്റോർ ആകും. എങ്ങനെ? ജെയ്സൺ ഫോർമാറ്റിൽ സ്റ്റോർ ആകും. അതായത് നോ എസ്ക്യുഎൽ ടൈപ്പ് അല്ല, ജെയ്സൺ ആണ്. എസ്ക്യുഎൽ എന്ത് വരും? ടേബിളും കോളവും ഒക്കെ വരും. ഇവിടെ ടേബിളും കോളവും ഒന്നുമില്ല. ഇവിടെ വരുന്നത് കീയും ഉണ്ടാവും, വാല്യൂ പെയറും ഉണ്ടാവും. നിങ്ങൾ കീയും വാല്യൂ പെയറും നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ജെയ്സൺ ടൈപ്പ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം എന്തൊക്കെ കാണിച്ചു തരിക? കീ ആൻഡ് വാല്യൂ പെയർ. ഓക്കെ, ഫോൾഡർ. ഒരു മിനിറ്റ്, ഞാനൊരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഫോൾഡർ, ന്യൂ ഫോൾഡർ. കീ ആൻഡ് വാല്യൂ പെയർ. അതിപ്പം ഇത് കണ്ടിട്ടില്ലാത്തവർ നിങ്ങൾക്ക് എന്താണെന്നറിയില്ല, ഞാൻ കാണിച്ചു തരാം. എന്തായാലും എന്താ ഇപ്പോൾ കൊടുക്കുക? demo.js എന്ന് കൊടുക്കുക. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. അതിൻ്റെ അകത്ത് ഇവിടെ നെയിം ഈക്വൽ രഹിൽ. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഒരു മിനിറ്റ്, ഇതൊന്ന് ഓക്കെ, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതാണ് എൻ്റെ കീ, അതായത് എൻ്റെ കീ, ഇതതിൻ്റെ വാല്യൂ. ഓക്കെ, ഇത് കീ, ഇത് വാല്യൂ. ഇങ്ങനെയായിരിക്കും ഈ ഒരു സ്ട്രക്ചറിൽ, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഫയർബേസിൽ ഡാറ്റ വരുന്നത്. ഇത് ജെയ്സൺ ഫോർമാറ്റാണ്. ഓക്കെ, ജെയ്സൺ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായില്ലേ? ജെയ്സൺ ഫോർമാറ്റ്, കീ വാല്യൂ. ഓക്കെ, നമുക്ക് ഫയർബേസിലേക്ക് ബാക്ക് തിരിച്ചു പോകാം. ഓക്കെ, റിയൽ ടൈം ഡാറ്റാബേസ്. അപ്പോൾ കീയും വാല്യൂ പെയറും വെച്ച് നമ്മൾ അടിക്കുന്ന ഡാറ്റാസ് എല്ലാം ഫയർബേസിൽ സ്റ്റോർ ആയിട്ട് ഫയർബേസ് ഹാൻഡിൽ ചെയ്യും. പിന്നീട് നമുക്ക് ആ ഡാറ്റ എല്ലാം ഫയർബേസിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് ആ ഡാറ്റ എല്ലാം കാണാനും സാധിക്കും. നമ്മുടെ ഫയർബേസ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ എല്ലാം കിട്ടും. ഓക്കെ, ക്ലൗഡ് ഫയൽ സ്റ്റോർ. ഇപ്പോൾ ക്ലൗഡ് ബേസ്ഡ് ഒരു റിയൽ ടൈം ഡാറ്റാബേസ്, ക്ലൗഡ് ഫയൽ സ്റ്റോർ. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ സബ്സ്ക്രൈബർ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് യൂസർ ഓതൻറ്റിക്കേഷൻ. അതാണ് ഇവിടെ. അത് നമുക്ക് കിട്ടും, ഫയർബേസിൽ കിട്ടും. അതായത് നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ മെത്തേഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങളുടെ പ്രോജക്റ്റിൽ, അതായത് നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് വലിച്ചുവാരി ഒന്നും എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ പ്രോജക്റ്റിൽ ഫയർബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് ഫോൺ നമ്പർ, ഗൂഗിള്, കണ്ടോ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗിറ്റ്ഹബ്, യാഹു, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, അനോണമസ്, നിങ്ങൾക്ക് എന്ത് വെച്ച് വേണം ഇതെല്ലാം വെച്ച് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. എന്താണ് സൈൻ ഇൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു യൂസർ നെയിമും പാസ്വേഡും അടിച്ച് അവിടെ നിന്ന് സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയർബേസ് അത് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, യൂസർ ഒതൻറ്റിക്കേഷൻ. ഫയർബേസിൻ്റെ API ഹാൻഡിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫയർബേസിലാണ് നിങ്ങളുടെ ഈ ഇൻഫർമേഷന്, നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എല്ലാം ഫയർബേസിൻ്റെ ബാക്ക് എൻഡ് ആണ് കൈകാര്യം ചെയ്യുന്നത് യൂസർ ഒതൻറ്റിക്കേഷനിൽ. ഇത്രയും എനിക്കിതിവിടെ, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഫയർബേസിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സുകൾ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എല്ലാം കണ്ടോ, ടെസ്റ്റ് ചെയ്യുന്ന ഒത്തിരി ടൂൾസുകളുണ്ട്. ഇതെല്ലാം ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടൂൾസുകളാണ്. കണ്ടോ, ടെസ്റ്റ് ലാബ്, ഇതെല്ലാം അനലിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ടൂളുകളാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ഭാഗം റിയൽ ടൈം ഡാറ്റാബേസ് നമ്മൾ കഴിഞ്ഞ തവണത്തെ നമ്മുടെ ഒരു എന്താ പറയുക, ഇതല്ലല്ലോ, നമ്മുടെ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ഫയർബേസിൻ്റെ. ആ ഒരു വീഡിയോയിൽ നമ്മളത് ഓൾറെഡി സംസാരിച്ച കാര്യമാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് കൂട്ട് ഒരു ലോഗിൻ, ഒരു യൂസർ ലോഗിൻ ചെയ്യുന്നത് നമ്മളൊരു ലോഗിൻ സ്ക്രീൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നും കൂടി ഫോം സബ്മിഷൻ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഫയർബേസിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുന്നുണ്ട്. അതോർത്ത് നിങ്ങളൊന്നും പേടിക്കണ്ട. ഫയർബേസിനെ പറ്റി ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് പ്രോജക്റ്റ് സെറ്റിങ്സ് ഉണ്ട്, യൂസർ ആൻഡ് പെർമിഷൻ കാര്യം. പ്രോജക്റ്റ് സെറ്റിങ്സ് കണ്ടോ, മൈ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് പ്രോജക്റ്റ് ഐ ഡിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ക്ലൗഡ് മെസ്സേജിങ് കുറച്ച് കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ദർ ഈസ് നോ ആപ്സ് ഇൻ യുവർ പ്രോജക്റ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്ക് ആപ്പ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എന്ത് ആപ്പാണ്, നിങ്ങളുടെ ആക്ച്വലി iOS ആണോ ആൻഡ്രോയിഡ് ആണോ വെബാണ്. വെബാണെങ്കിൽ ഞാനിത് ഇവിടെ കൊടുത്തിട്ട് എനിക്കിത് ഹോസ്റ്റിനും കൂടി ചെയ്യാണ്ടെങ്കിൽ എനിക്കിവിടെ അതിൻ്റെ പേരടിച്ച് കൊടുക്കാം. ആപ്പിൻ്റെ പേര് ഞാനിപ്പം രഹിലെന്ന് കൊടുത്തു. ഓക്കെ, എനിക്കിവിടെ ഹോസ്റ്റിംഗ് കൂടി ചെയ്യാണ്ട് ഞാൻ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. രജിസ്റ്റർ ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫയർബേസിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടും. നമ്മുടെ പ്രോജക്റ്റിൽ ഇത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഒരു API കീയും കാര്യങ്ങളെല്ലാം ഈ ഒരു പീസ് ഓഫ് കോഡായിരിക്കും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ പ്രോജക്റ്റിൽ. ഫയർബേസിൻ്റെ കോൺഫിക്കാണ് ഈ ഒരു പീസ് ഓഫ് കോഡ്. നിങ്ങളുടെ പ്രോജക്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫയർബേസിൻ്റെ സേവനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഏത് പ്രോജക്റ്റാണോ ആ ഒരു പ്രോജക്റ്റിൽ ആഡ് ചെയ്യുക. പിന്നെ ഞാൻ API എന്താണ്, സെർവർ ക്ലയൻറ്റ് തമ്മിലുള്ള ആ ഒരു സംസാരം കാര്യങ്ങൾ, അതുപോലെ തന്നെ HTTP മെത്തേഡ്സ്, റെസ്റ്റ്ഫുൾ APIയും കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഇന്ന് ഫയർബേസിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.